നമസ്കാരം. ഭർതൃ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് കാസർഗോഡ് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ആദിൽ അറസ്റ്റിലായി. രാവിലെ കസ്റ്റഡിയിലെടുത്ത ആദിലിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം, സ്ത്രീധനം ചോദിച്ചുള്ള പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചർലടുക്ക സ്വദേശി സുഫൈദയാണ് ഭർതൃ വീട്ടുകാരുടെ മുന്നിൽ വച്ച് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ആദിലിനെ ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭർതൃമാതാവിനെയും പ്രതി ചേർത്തുവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തര പീഡനം ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. കുടുംബം വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ബി.എഡ് ബിരുദധാരിയാണ് ഫാത്തിമാത്ത് സുഫൈദ. നായനാർമൂല തൻബിഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു. ആദിൽ പ്രവാസിയായിരുന്നു. 3 വർഷത്തോളമുള്ള പ്രണയത്തിനൊടുവിൽ 1 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് പിന്നാലെ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിരന്തരം ഭർതൃ വീട്ടുകാരുടെ ഗാർഹിക പീഡനത്തിന് സുഫൈദ ഇരയായെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. തിങ്കളാഴ്ച 1ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് സുഫൈദ ആത്മഹത്യ ചെയ്തത്. സുഫൈദയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സഹോദരൻ ശനിയാഴ്ച രാത്രി പാണലത്തെ വീട്ടിലെത്തിയിരുന്നു. ഇതിനിടെ ഭർത്താവ് ആദിൽ പ്രകോപനപരമായി സംസാരിക്കുകയായിരുന്നു. പോയാൽ തിരിച്ചു വരേണ്ടതില്ലെന്നും പറഞ്ഞു. തുടർന്ന് വീട്ടുകാരുടെ മുന്നിൽ വച്ച് യുവതി തുരുമ്പ് കളയുന്നതിന് ഉപയോഗിക്കുന്ന രാസലായനി കഴിക്കുകയായിരുന്നു. ഉടൻ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെ 1:30 മരണം സംഭവിക്കുകയായിരുന്നു. ഭർത്താവിന്റെയും ഭർതൃമാതാവിന്റെയും ഭാഗത്തുനിന്ന് യുവതിക്ക് ശാരീരികവും മാനസികവുമായ ഉപദ്രവമുണ്ടായിരുന്നുവെന്ന് സഹോദരൻ എം.കെ. അബ്ദുൾ വാസിൽ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ചെർലടുക്കയിലെ പരേതനായ അബ്ബാസിന്റെയും സഫിയയുടെയും മകളാണ് സുഫൈദ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഭർതൃ വീട്ടിൽ വച്ച് തന്നെ ഈ സംഭവം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർതൃ വീട്ടുകാർ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് കുടുംബം പറയുന്നു. സ്വർണവുമായി ബന്ധപ്പെട്ട് ഭർതൃ വീട്ടിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ പതിവായിരുന്നു. ഇതിന്റെ പേരിൽ സുഫൈദയെ ഭർത്താവും കുടുംബവും ക്രൂരമായി മർദ്ദിക്കുകയും കടുത്ത മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിമിഷത്തിലും ഭർതൃ വീട്ടുകാർ കാണിച്ചത് അങ്ങേയറ്റത്തെ ക്രൂരതയാണെന്ന് കുടുംബം വിദ്യാനഗർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഭർതൃ വീട്ടുകാരുടെ കൺമുന്നിൽ വച്ചാണ് സുഫൈദ ആസിഡ് കുടിച്ചത്. എന്നാൽ ഈ സമയം അത്രയും നീ ഇതിനെല്ലാം അനുഭവിക്കും എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് ഭർതൃ വീട്ടുകാർ മാറി നിൽക്കുകയാണ് ചെയ്തത്. ആസിഡ് ഉള്ളിൽ ചെന്ന് പിടഞ്ഞ യുവതിക്ക് അടിയന്തരമായി വൈദ്യസഹായം എത്തിച്ചു നൽകാനോ ആശുപത്രിയിൽ എത്തിക്കാനോ പോലും അവിടെയുണ്ടായിരുന്നവർ തയ്യാറായില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് യുവതി ജീവനൊടുക്കിയതെന്ന കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസെടുത്തത്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദിലിനെ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്.